മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ആരെല്ലാം എന്നതുൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്തിമ തീരുമാനമെടുക്കാൻ ലീഗ് സംസ്ഥാന അധ്യക്ഷനെ ചുമതലപ്പെടുത്തിയതായി പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. കേരളത്തിൽ ഭരണസ്തംഭനം ഇല്ലെന്നും അദ്ദേഹം പ്രതികരിച്ചു. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്ന ശേഷമായിരിക്കും മുസ്ലിം ലീഗിന്റെ മന്ത്രിമാർ ആരെല്ലാം എന്നത് ഉൾപ്പെടെയുള്ള വിഷയങ്ങളിൽ അന്തിമ തീരുമാനം എടുക്കുക. സോണിയാഗാന്ധി മുസ്ലിം ലീഗ് നേതാക്കളെ ഫോണിൽ വിളിച്ചു എന്ന തരത്തിൽ പുറത്തുവന്ന വാർത്തകൾ അടിസ്ഥാനമില്ലാത്തതാണ്. കേരളത്തിൽ ഭരണസ്തംഭനമില്ലെന്നും കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. ഞങ്ങളുടെ നേതൃയോഗം കഴിഞ്ഞു. തങ്ങൾക്കിപ്പോൾ മങ്കടയിൽ പോകാനുണ്ട്. ആക്സിഡൻ്റ് ഉണ്ടായ സ്ഥലത്ത് പോവാണ് ഞങ്ങൾ. അപ്പോൾ ഡൽഹിയിൽ നിന്ന് തീരുമാനം വെയിറ്റ് ചെയ്യാണ്. ഞങ്ങളിപ്പോൾ ഈ മീറ്റിംഗ് എല്ലാ കാര്യങ്ങളും തങ്ങളെ ഓതറൈസ് ചെയ്തു. ഞങ്ങളുടെ ഒരു രീതി അനുസരിച്ച് ഇനി ബാക്കി കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. ഡൽഹിയിൽ നിന്നുള്ള തീരുമാനം വന്നതിന് ശേഷം എന്താണ് എന്നുള്ളത് ഫൈനലായിട്ട് എല്ലാ കാര്യങ്ങളും സംബന്ധിച്ച് തങ്ങളെ അധികാരപ്പെടുത്തി. അതാണ്. അതിലേക്കൊന്നും പോകണ്ട. നിങ്ങളത് ഈ ചോദ്യം ചോദിച്ചാൽ ഞങ്ങൾ ഈ ഘട്ടത്തിൽ മറുപടി പറയില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ട് അതെ അതെ അല്ല, അത് ഇതിനകം ആരും ബന്ധപ്പെട്ടിട്ടൊന്നുമില്ല. അവർ ഹൈക്കമാൻഡ് തീരുമാനം അറിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ ഞങ്ങൾ ആലോചിച്ച് നിങ്ങളെ പത്രക്കാരെ കാണുന്നതാണ്. അല്ല, എല്ലാ കാര്യങ്ങളും സംബന്ധിച്ചും തങ്ങൾ അധികാരപ്പെടുത്തിയിട്ടുണ്ട്. സംസ്ഥാനത്ത് ഇപ്പോൾ ഭരണസ്തംഭനം തുടരുകയല്ലേ? ഇല്ല, ഇതൊക്കെ ഒരു യൂഷ്വൽ പീരീഡല്ലേ. ഒരാഴ്ച ആകുമ്പോഴത്തേനും സ്തംഭനമാകുമോ? ഇനി ഭരിക്കാൻ പോകുന്ന UDF എന്ന ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ അറിയാം. അതുകൊണ്ട് അവർ വെയിറ്റ് ചെയ്യുള്ളൂ. വേറെ എവിടെയും പോയി ഉത്തരവ് വാങ്ങൂല. അല്ല, അത് നിങ്ങളൊക്കെ പോലെ തന്നെ ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അധികം തീരുമാനം വൈകൂലല്ലോ. അതൊക്കെ റെസ്പോൺസിബിൾ മാറ്റർ അല്ലേ. അവരവരെ സമയമെടുക്കട്ടെ. എന്നിട്ട് അവർ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ തങ്ങൾ അധികാരപ്പെടുത്തിയിട്ട് തങ്ങൾ ബാക്കി കാര്യങ്ങൾ നിങ്ങളോട് പറയും. ഞങ്ങളുടെ രീതി അതാണല്ലോ. ഞങ്ങൾ എല്ലാ കാര്യങ്ങളും പിന്നീട് ഗവൺമെന്റ് രൂപീകരണം സംബന്ധിച്ച എല്ലാ കാര്യങ്ങളും തങ്ങൾ അധികാരപ്പെട്ടു. ഇനി ഞങ്ങൾ ചർച്ചക്കായ ഒരു ഡെലിഗേഷൻ പോകും. തീരുമാനം വന്നു കഴിഞ്ഞാൽ സാദിഖ് അലി ശിഹാബ് തങ്ങൾ, അബ്ബാസ് അലി ശിഹാബ് തങ്ങൾ, റഷീദ് അലി ശിഹാബ് തങ്ങൾ, MP അബ്ദുൽ സമദ് സമദാനി MP, ET മുഹമ്മദ് ബഷീർ MP തുടങ്ങിയ പ്രമുഖ നേതാക്കൾ യോഗത്തിൽ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ, മലപ്പുറം. It's diamond time now. Safa Golden Diamonds അവതരിപ്പിക്കുന്നു മിൻസ് ഡയമണ്ട് എക്സിബിഷൻ ആൻഡ് സെയിൽ. സഫയുടെ സ്വന്തം മാനുഫാക്ചറിംഗ് യൂണിറ്റിൽ നിർമ്മിക്കുന്ന ബഡ്ജറ്റിലൊതുങ്ങിയ ഡിഫറന്റ് ലൈറ്റ് വെയ്റ്റ് ഡയമണ്ട് ആഭരണങ്ങളുടെ ഏറ്റവും വലിയ കളക്ഷൻ. ഡയമണ്ട് ക്യാരറ്റ് വാല്യൂവിലും നേടൂ 10,000 രൂപയുടെ ഡിസ്കൗണ്ട്. നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ പുതിയ ഡയമണ്ട് ആഭരണങ്ങളാക്കി മാറ്റുമ്പോൾ ഗ്രാമിന് 200 രൂപ അധികം നൽകുന്നു. ഓരോ ഡയമണ്ട് ക്യാഷ് പർച്ചേസിനും ലഭിക്കുന്നു സൗജന്യ സ്വർണ്ണ നാണയം. നിങ്ങളുടെ അടുത്തുള്ള സഫ ഷോറൂമുകളിൽ ഈ ഓഫറുകൾ ലഭ്യമാണ്. ഇന്നു തന്നെ സന്ദർശിക്കൂ. സഫ ഗോൾഡൻ ഡയമണ്ട്സ്, ഡിഫറന്റ് ബൈ ഡിസൈൻസ്.